അന്നമാണ് ഔഷധം. ഇത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ ആരോഗ്യ വിദഗ്ധരും മോഡേൺ സയൻസിൻ്റെയും ഏൻഷ്യൻ സയൻസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ വിദഗ്ധരായിട്ടുള്ളവർ, പിതാക്കന്മാർ, ഒരുപാട് ആളുകൾ, ആയുർവേദക്കാർ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അന്നമാണ് പ്രധാനം. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ഔഷധം. അടുക്കളയാണ് ആശുപത്രി. അടുക്കള വളരെ എത്ര കണ്ട് മനോഹരമായിരിക്കുമോ. ആര് വിളമ്പുന്നു, എന്ത് വിളമ്പുന്നു, എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ഓരോ ആഹാരത്തിലും എന്തെന്ത് ഇൻഗ്രീഡിയൻസ് ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ 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 പ്രാധാന്യമാണ്. അതുപോലെ തന്നെ കഴിക്കുന്ന അളവ്, കഴിക്കുന്ന സമയം, കഴിക്കുന്ന രീതി, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ അന്നം എന്ന് പറയുന്നതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ വയറാണ്. അവിടെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കും. ആ പ്രോസസ്സുകൾക്കൊക്കെ സഹായകമാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതിൽ നിശ്ചിത ഇടവേളകളുണ്ട്. ആളുകൾ 3 മണിക്കൂർ ഇടവിട്ടൊക്കെ ഫുഡ് കഴിക്കും. പക്ഷേ എങ്കിൽ പോലും വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത് അന്നമാണ് ഔഷധം. അന്നം, ആഹാരം എന്ത് കഴിക്കണം, വെള്ളം എത്ര കുടിക്കണം, ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണമോ, ഭക്ഷണം കഴിഞ്ഞ് വെള്ളം കുടിക്കണമോ, ഭക്ഷണത്തോടൊപ്പം കുടിക്കണമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അന്നത്തെ ഔഷധമായി കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നോൺ വെജിറ്റേറിയൻ, മാംസം, മത്സ്യം, മുട്ട പോലുള്ളവ എത്രയാകാം, എണ്ണയുള്ള വസ്തുക്കൾ എത്രയാകാം, എരിവുള്ള വസ്തുക്കൾ ഏത് ലെവലിലാകാം, അങ്ങനെ ഓരോ കാര്യത്തിലും എത്ര അളവുകളിലാകാമെന്ന്, എത്ര പച്ചക്കറി കഴിക്കാം, പച്ചയായ എത്ര കഴിക്കാം, ഇതെല്ലാം ചിന്തിക്കണം. ഇതെല്ലാം ചേരുമ്പോഴാണ് അന്നം ഔഷധമായി മാറുന്നത്.